നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് എപ്പോഴും ഇത്രയധികം ഊർജ്ജത്തോടെയും ശ്രദ്ധയോടെയും ഇരിക്കാൻ കഴിയുന്നത്? ഏത് പ്രതിസന്ധി വന്നാലും അവരതിനെ മറികടന്ന് വിജയിക്കുന്നു. ഇതിന്റെ രഹസ്യം അവരുടെ കഠിനാധ്വാനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അവരുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലാവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഏറ്റവും മികച്ച പ്രകടനത്തിനായി ഓരോ ദിവസവും എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നാണ്. ഡോക്ടർ ജോസഫ് മർഫിയുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി നാളെ മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രെയിംവർക്കാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷെ സംഗതി ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ചിന്തകളും മനസ്സിൽ കാണുന്ന ചിത്രങ്ങളുമില്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ ഓരോ നിമിഷവും പടുത്തുയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നതൊക്കെ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ദിവസത്തെ 5 തന്ത്രപരമായ ഘട്ടങ്ങളായി തിരിക്കുകയാണ്. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ഓരോ നിമിഷവും നമ്മുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ വിജയത്തിനായി ട്യൂൺ ചെയ്യാം എന്ന് പഠിക്കും. ഇത് വെറും തിയറിയല്ല കേട്ടോ, മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടൻ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മനസ്സിന്റെ രഹസ്യ ബ്ലൂ പ്രിന്റ്? നമുക്കിതിനെ നമ്മുടെ ജീവിതത്തിന്റെ CEO എന്നു തന്നെ പറയാം. നമ്മളറിയാതെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും നമ്മുടെ റിയാലിറ്റിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ശക്തി. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ശക്തിയെ നമുക്ക് ആദ്യമൊന്ന് അടുത്തറിയാം. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു കപ്പലിന്റെ എഞ്ചിൻ റൂം പോലെയാണ്. നിങ്ങളുടെ ബോധപൂർവമായ ചിന്തകളാണ് കപ്പിത്താൻ നൽകുന്ന നിർദ്ദേശങ്ങൾ. ഞാൻ ഈ പ്രസന്റേഷനിൽ തോറ്റുപോകും എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ ഉപബോധ മനസ്സ് ആ നിർദ്ദേശം ചോദ്യം ചെയ്യാതെ അങ്ങ് സ്വീകരിക്കും. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉത്കണ്ഠയും സംശയവും നിറയ്ക്കും. അതിന് കിട്ടുന്ന നിർദ്ദേശം എന്താണോ അത് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് അതിന്റെ ജോലി. ഈ ബ്ലൂ പ്രിന്റ് എന്ന ആശയം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ നിമിഷവും നിങ്ങളുടെ മാനസികമായ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള ചോദ്യം ഇതാണ്: ആ വീടിന്റെ ആർക്കിടെക്റ്റ് നിങ്ങൾ തന്നെയാണോ, അതോ നിങ്ങളുടെ പഴയ ചിന്തകളും ഭയങ്ങളുമാണോ അതിനെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ശരി, നമ്മുടെ മാനസിക വീടിന്റെ ആർക്കിടെക്റ്റുകൾ നമ്മളാണെങ്കിൽ പണി തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? അത് ദിവസത്തിന്റെ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളാണ്. നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്ന ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. എന്ത് നിർദ്ദേശം കൊടുത്താലും അത് വേഗം വലിച്ചെടുക്കും. നമുക്ക് ആ സുവർണ അവസരം എങ്ങനെ മുതലെടുക്കാമെന്ന് നോക്കാം. ഇതാ വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് മോർണിംഗ് റുട്ടീൻ. ആദ്യം ഞാൻ എന്ന പ്രസ്താവനകളിലൂടെ നമ്മൾ ആരാണെന്ന് നിർവചിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യും എന്നതിലൂടെ ആ വ്യക്തിത്വത്തെ പ്രവർത്തനക്ഷമമായ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. അവസാനം വിജയത്തെ ഭാവനയിൽ കണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും വിജയത്തിനായി പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള അടിത്തറ. ഞാൻ എന്ന വാക്കിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഞാൻ ഒരു പരാജിതനാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ നേരെ മറിച്ച് ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് പറഞ്ഞാലോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. നിങ്ങൾ ആരാണെന്ന് നിർവചിച്ച് അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാൻ ഈ പ്രസ്താവനകൾക്ക് സാധിക്കും. ഈ കാണുന്ന ഉദാഹരണങ്ങൾ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണോ, അതോ ലക്ഷ്യബോധമുള്ള ഒരു സംരംഭകനാണോ? നിങ്ങൾക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി ഉറപ്പോടെ വികാരത്തോടെ സ്വയം പറയുക. ഇത് നിങ്ങളുടെ ദിവസത്തിന് ശക്തമായൊരു അടിത്തറ നൽകും. ഓക്കെ, നിങ്ങൾ ആരാണെന്ന് നമ്മൾ നിർവചിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യും പ്രസ്താവനകളാണ്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വെറുമൊരു ആശയത്തിൽ ഒതുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. ഇവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നത്. ഈ പ്രസ്താവനകൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വഴികാട്ടി പോലെയാണ്, ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ. ദിവസത്തിൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഈ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യക്തമായ ദിശാബോധവും അർത്ഥവും നൽകുന്നു. ഇനി ഈ സന്ദേശങ്ങൾ ഉപബോധമനസ്സിൽ ആഴത്തിലെത്തിക്കാൻ ഒരു അടിപൊളി ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ പ്രസ്താവനകളിലെ അത് സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് രാവിലെ വ്യായാമം ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒരുങ്ങുമ്പോഴോ ഒരു ലൂപ്പിലിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ തുടർച്ചയായി ആവർത്തിച്ച് കേൾക്കുന്നത് ഈ പോസിറ്റീവ് സന്ദേശങ്ങളെ നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ സ്ഥിരമായ ഒരു ഭാഗമാക്കി മാറ്റും. ശരി,
നമ്മുടെ ദിവസത്തിന് ഒരു ഉഗ്രം തുടക്കം കിട്ടി. പക്ഷേ ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ സ്മൂത്തായി പോകുമോ? ഇല്ലല്ലേ. പകൽ സമയത്ത് നമ്മൾ തീർച്ചയായും വെല്ലുവിളികളും അപ്രതീക്ഷിത തിരിച്ചടികളും ഒക്കെ നേരിടും. അത്തരം സാഹചര്യങ്ങളെ നേരിടാനും നമ്മുടെ പോസിറ്റീവ് പ്രോഗ്രാമിംഗ് നിലനിർത്താനും ഈ ടെക്നിക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ രാവിലെ തീരുമാനിച്ചതൊക്കെ അടിപൊളിയായി. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, അപ്പോൾ എന്തു ചെയ്യും? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഒരു ഫിക്സ്ഡ് മൈൻഡ്സെറ്റും ഗ്രോത്ത് മൈൻഡ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തിരിച്ചടി വരുമ്പോൾ അയ്യോ ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഓക്കെ ഇതൊരു പാഠമാണ്, അടുത്ത തവണ എന്തു ചെയ്യണമെന്ന് ഇതെന്നെ പഠിപ്പിച്ചു എന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊരു നെഗറ്റീവ് സാഹചര്യത്തെ നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു പോസിറ്റീവ് നിർദ്ദേശമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മളിൽ പലരും വിജയം മാത്രമേ വിഷ്വലൈസ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് വിജയത്തിലേക്കുള്ള കഠിനമായ വഴികളെയും ഭാവനയിൽ കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണോ അതിലേക്കുള്ള വഴിയും അത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. അപ്പോൾ ആ പോരാട്ടത്തിനായി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മുൻകൂട്ടി തയ്യാറാക്കുക എന്നതാണ് ഈ ടെക്നിക്കിന്റെ ലക്ഷ്യം. ഒരു ഉദാഹരണം പറയാം. ഒരു മാരത്തൺ ഓട്ടക്കാരൻ 30 കിലോമീറ്റർ എത്തുമ്പോൾ ഉണ്ടാകുന്ന തളർച്ചയെ ഭാവനയിൽ കാണുന്നു. എന്നിട്ടും അയാൾ മുന്നോട്ട് പോകുന്നതായി സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞൊരു മീറ്റിംഗിൽ ശാന്തമായി ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നതായി മനസ്സിൽ കാണുന്നു. ഇങ്ങനെ പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ കരുത്തരായിരിക്കും. ദിവസത്തെ വെല്ലുവിളികളൊക്കെ നമ്മൾ നേരിട്ടു. ഇനി ദിവസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു ഗോൾഡൻ ടൈമാണ്. ആ സമയം നാളേക്കുള്ള വിത്തുകൾ പാകാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നൊരു സമയമില്ലേ, ആ ഒരു മയക്കം. ഈ സമയമാണ് ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്നറിയുമോ? സാധാരണയായി നമ്മുടെ നിർദ്ദേശങ്ങളെ സംശയത്തോടെ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ബോധമനസ്സ് എന്ന കാവൽക്കാരൻ ഈ സമയത്ത് വിശ്രമത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സന്ദേശങ്ങൾ തടസ്സങ്ങളില്ലാതെ നേരിട്ട് ഉപബോധ മനസ്സിലേക്കെത്തും. ഈ 3 ഘട്ടങ്ങളുള്ള രാത്രിയിലെ ദിനചര്യ ദിവസത്തെ തന്ത്രപരമായി അവസാനിപ്പിക്കാനും അടുത്ത ദിവസത്തെ വിജയത്തിനായി സജ്ജമാക്കാനുമുള്ളൊരു പ്രക്രിയയാണ്. ദിവസത്തെ ചെറിയ വിജയങ്ങൾ പോലും ഓർക്കുന്നതിലൂടെ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നെഗറ്റിവിറ്റി ഒഴിവാക്കുന്നതിലൂടെ മനസ്സിനെ ശാന്തമാക്കുന്നു. പിന്നെ നാളേക്കായി ഒരു വിത്ത് പാകുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിന് രാത്രി മുഴുവൻ പ്രവർത്തിക്കാനുള്ളൊരു ജോലി നൽകുകയാണ് നമ്മൾ. ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഒരു വിശ്വസ്തനായ പാർട്ട്ണറായി കാണുക. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് അതിനോട് വ്യക്തമായി പറയുക. ഉദാഹരണത്തിന്, ഈ പ്രോജക്റ്റിലെ തടസ്സം നീക്കാനുള്ള ഒരു ക്രിയേറ്റീവായ വഴി എനിക്ക് കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെടാം. അതിനുശേഷം അത് പരിഹരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഉറങ്ങുക. പലപ്പോഴും അതിന്റെ ഉത്തരം രാവിലെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞുവരും. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ രാത്രി വരെ ഉപയോഗിച്ച ഈ ടെക്നിക്കുകളുടെ എല്ലാം കാതൽ എന്താണ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു രത്നച്ചുരുക്കമായി ഉപബോധ മനസ്സുമായി സംസാരിക്കാനുള്ള 3 പ്രധാന തത്വങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ കീകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആ 3 പ്രധാനപ്പെട്ട ടൂൾസ്. ഒന്നാമത്തേത് ആവർത്തനം. നല്ല ചിന്തകൾ സ്ഥിരമായി മനസ്സിലൂടെ ആവർത്തിച്ച് കടത്തിവിടുന്നത്. രണ്ടാമത്തേത് നിർദ്ദേശം. നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം നല്ല ആശയങ്ങൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഇതിനകം സംഭവിച്ചതുപോലെ വ്യക്തവും വൈകാരികവുമായ ഒരു മാനസിക ചിത്രമായി കാണുന്നത്. ഈ തത്വങ്ങൾ ഓർത്തുവെക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി പൂർണ്ണമായും ഉപയോഗിക്കാൻ സഹായിക്കും. ഈയൊരു ശക്തമായ ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ നിമിഷവും ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ശരിക്കുള്ള ചോദ്യം ഇതാണ്: ആരാണ് ആ കോഡ് എഴുതുന്നത്? നിങ്ങളുടെ മാനസിക പ്രോഗ്രാമിംഗിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഈ ചോദ്യം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. കാരണം ആ കോഡ് എഴുതാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമാണ്.